അസ്സലാമലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും വളരെ രുചികരവുമായ അടിപൊളി ടേസ്റ്റുള്ള ഒരു വെറൈറ്റി മാംഗോ ജ്യൂസുമായിട്ടാണ്. നല്ല കട്ടിയുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മാംഗോ ജ്യൂസാണ്. ഇതിനൊരു പ്രത്യേകത, ഞാൻ ഒരു വെറൈറ്റി റെസിപ്പിയും ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി. എന്നാൽ തന്നെ വളരെ ഹെൽത്തിയാണ്, വളരെ നല്ല. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും മാംഗോ ഉണ്ടാവും. ആ മാംഗോ എല്ലാവരും പഴുത്തിട്ടുണ്ടാവും. ഇനി ഇല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരികയും ചെയ്യും. ഇതിൽ ഒരു വെറൈറ്റി ജ്യൂസാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി. ഇതിനായി പഴുത്ത മാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഏത് മാങ്ങ വേണമെങ്കിലും പറ്റും. നല്ല കട്ടിയുള്ള ജ്യൂസാണ് ഇത് കേട്ടോ. ഇത് ഒരു 5 ഗ്ലാസ് ജ്യൂസൊക്കെ ഉണ്ടാകും. നല്ല വലിയ ഗ്ലാസ്സിന് 5 ജ്യൂസ് ഉണ്ടാകും. ഇത്രയും മാങ്ങ, 7 മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് മൂവാണ്ടൻ മാങ്ങയാണ്, നമ്മുടെ വീട്ടിലുള്ള മാങ്ങ തന്നെയാണ്. ഇനി ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നെട്ടി കളഞ്ഞിട്ട് നമ്മളിത് നല്ലപോലെ കഴുകണം. ഇതിൻ്റെ ചുണയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം നമ്മൾ ചെറുതായി കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മൾ പാകത്തെ പഴുപ്പുള്ളതായാലും ഇനി നല്ല വെണ്ണം പഴുത്തിട്ടുണ്ടെങ്കിലും തീരെ പഴുക്കാത്ത ഇത്ര തന്നെ രുചി കിട്ടൂല കേട്ടോ. നല്ല പാകത്തെ പഴുപ്പ് എന്തായാലും ആയിരിക്കണം. മാംഗോ ജ്യൂസ് എല്ലാവരും അടിച്ച് കഴിക്കാവുന്നവരാണ്. എല്ലാവരുടെ വീട്ടിലും മാംഗോ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയുകയും. ഞാനിപ്പോൾ ഇതിൽ കൂട്ടുന്നത് വെറും പാല് മാത്രമല്ല, വേറെ 2 ചേരുവകളും കൂടി ഞാനിതിൽ ചേർത്തുന്നുണ്ട്. അതുപോലെ നിങ്ങളൊന്ന് ജ്യൂസ് അടിച്ച് നോക്കുകൊണ്ട്, വളരെ രുചികരമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് ഇഷ്ടമാണെങ്കിൽ കണ്ടു നോക്കൂ. ഇതുപോലൊരു ജ്യൂസ് ഉണ്ടാക്കി നോക്കൂ. വളരെ ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ മാങ്ങയെല്ലാം ഞാൻ ചെത്തി ഇതിൻ്റെ ഞെട്ടിയെല്ലാം കളഞ്ഞ് നല്ല പോലെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. തൊലി ചെത്തിയതിന് ശേഷം നമ്മൾ ഒന്ന് കഴുകണം കേട്ടോ. ആദ്യം കഴുകിയാലും ഞെട്ടി കളഞ്ഞ് തൊലി ചെത്തിയതിന് ശേഷം ഒന്നും കൂടി കളഞ്ഞിട്ട് നമ്മളിങ്ങനെ എല്ലാ ഭാഗവും കട്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാ ഭാഗവും, അതിൻ്റെ മൊത്തത്തിലുള്ള എല്ലാ ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് എടുത്ത് പിന്നെ ജ്യൂസ് അടിക്കാവുന്നതാണ്. പഴുത്ത മാങ്ങയാണല്ലോ, അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗം എടുക്കുക. ഇനി ഇത് പച്ചയാണ്, നിങ്ങളിതിൽ നല്ലപോലെ പഴുപ്പായിട്ടില്ല എങ്കിൽ അത് നല്ലപോലെ നൈസായി അരഞ്ഞാലും അത് ഒരു വെറൈറ്റി, വേറൊരു ചെറിയ രുചി വരും. ഇതിനാവുമ്പോൾ, പഴുത്ത മാങ്ങക്കാവുമ്പോൾ ആ ഒരു രുചിൻ്റെ വ്യത്യാസം വരില്ല. നല്ല ടേസ്റ്റാണായിരിക്കും. നല്ല കട്ടിയുള്ള നമ്മുടെ ജ്യൂസായിരിക്കും കേട്ടോ. ഇപ്പോൾ മാങ്ങക്കാലം, എല്ലാ മാങ്ങയും പഴുത്തിട്ട്, നമ്മളിവിടെ മാങ്ങ എന്നാണ് പറയട്ടോ, ചില സ്ഥലത്ത് മാംഗോ പലതും പറയും. അപ്പോൾ നമ്മൾ എല്ലാ മാങ്ങയും ഇപ്പോൾ പഴുപ്പായി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് ചെറുതായി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇത് അടിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, 5 ഗ്ലാസ്സോ 6 ഗ്ലാസ്സോ നല്ല കട്ടിയുള്ള ജ്യൂസ് ഇതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് വെള്ളം പോലെ അടിച്ചാൽ ഇത്ര തന്നെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ടീസ്പൂൺ അളവിൽ നിറച്ച് 2 ടീസ്പൂണ് പാൽപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കാഷ്യൂ നട്ടാണ് കേട്ടോ, അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് എത്രത്തോളം കൂടുതൽ ഇട്ട് കൊടുക്കുന്നോ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ കുറച്ച് ഒരു 10-15 കാഷ്യൂ നട്ട് കട്ട് ചെയ്തുകൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. പാല് ഞാൻ ഇതിൽ ആദ്യം ഒഴിച്ചിട്ടോ, ഒരു പാക്ക് പാൽ, 1/2 ലിറ്റർ പാലിൻ്റെ ഏകദേശം 3/4 ഭാഗം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ക്യാമറ ഓണാക്കാൻ മറന്നതാണ്. അപ്പോൾ അതിട്ടു. പിന്നെ ഒരു 4-5 ക്യൂബ് ഐസിൻ്റെ ക്യൂബുകൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തണുത്ത വാട്ടറല്ല ഞാൻ പാരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ക്യൂബ് ഇട്ട് കൊടുത്തത്. ഇനി നിങ്ങൾക്ക് ഐസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താലും മതി. പിന്നെ ഞാൻ ഒരു 1.5 ഗ്ലാസ് പച്ചവെള്ളം, സാധാ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ പഞ്ചസാരയാണ്, 4 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ടേബിൾ സ്പൂണല്ല, സോറി, ടീസ്പൂണാണ് കേട്ടോ. അത്യാവശ്യം മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഷുഗർ വേണ്ടെന്നുണ്ടെങ്കിൽ ഈ മാംഗോയിലെ മധുരം മാത്രം മതിയെങ്കിൽ അത് മാത്രം മതി. എന്നാലും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മാംഗോ ജ്യൂസ് നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ അരച്ചെടുക്കണം. ആ കാഷ്യൂ നട്ടൊക്കെ നല്ലതുപോലെ അരഞ്ഞ് അതിൽ ചേരണം. ഇനി നമ്മൾ ഇതിലേക്ക് ഓരോ ഗ്ലാസ്സാക്കി അത് ഒഴിച്ച് അതങ്ങോട്ട് കുടിച്ചാണ്ടല്ല, നമ്മൾ ക്ഷീണിച്ച് വരുന്ന നേരത്ത്, ദാഹിച്ച് വരുന്ന നേരത്ത് ഒക്കെ, നല്ല ക്ഷീണമുള്ള കുട്ടികൾക്ക് ഒക്കെ ഈ ഒരു ഗ്ലാസ് ജ്യൂസ് അങ്ങോട്ട് കൊടുത്താലുണ്ടല്ലോ, ആ ക്ഷീണം മാറിപ്പോവും. നല്ല ഉന്മേഷ ഉഷാറും കിട്ടും.
നല്ല ഹെൽത്തിയുമാണ്. ഇതിൽ ഹെൽത്തി അല്ലാത്തത് ഈ പഞ്ചസാര മാത്രമേ ഹെൽത്തി അല്ലാത്തതുള്ളൂ. ആ പഞ്ചസാര നിങ്ങൾക്ക് ഒഴിവാക്കിയാൽ വളരെ ഹെൽത്തിയായ ഒരു ജ്യൂസാണ്, വളരെ ആരോഗ്യപരമായ ഒരു ജ്യൂസാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് അടിപൊളി ടേസ്റ്റുള്ള കട്ടിയുള്ള നല്ല മാംഗോ ജ്യൂസ് കഴിക്കാം. നമ്മളിപ്പോൾ നല്ല വിശപ്പോടെ നമ്മൾ ഏതെങ്കിലും ദൂരയാത്രയൊക്കെ കഴിഞ്ഞ് നല്ല വിശന്ന് വരികയാണെന്ന് കുട്ടിക്കോളും. എന്നാൽ ആ വിശന്ന് വരുന്ന നേരത്ത് നമുക്കൊരു മധുരത്തിനൊക്കെ ചിലപ്പോൾ ഒരു ജ്യൂസ് കിട്ടിയെങ്കിൽ എന്ന് വിചാരിക്കും. അപ്പോൾ ഇനി തണുപ്പ് വേണ്ടെങ്കിൽ, ഇപ്പോൾ മഴക്കാലമാണല്ലോ, അപ്പോൾ തണുപ്പ് വേണ്ട എങ്കിൽ മാംഗോ ഇപ്പോൾ നമ്മൾ ഏത് ഫ്രൂട്ട്സും അതിൻ്റേതായ കാലത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഓരോരോ ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പ് വേണമെന്നുള്ളവർക്ക് ഓരോ ക്യൂബ് ഐസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ വിശന്ന് വരുന്ന നേരത്ത് ഇങ്ങനെ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് വയറ് നിറയും. പിന്നെ നമുക്കപ്പോൾ ഭക്ഷണത്തിനോ ഒന്നിനും അപ്പോൾ ആവശ്യമുണ്ടാവില്ല. ആ ജ്യൂസിൻ്റെ ആ ഒരു വയറ് നിറഞ്ഞാൽ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കിട്ടിയാൽ മതി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയും കട്ടിയുള്ള ജ്യൂസാണിത്. ഇത് നമ്മുടെ കോരിയെടുക്കുന്ന സ്പൂണിൽ തന്നെ നല്ല പോലെ പിടിച്ചിരിക്കും, അത്രക്കും കട്ടിയുണ്ട്. നല്ല രുചിയുമുണ്ട് കേട്ടോ, കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് വളരെ ഹെൽത്തിയായ ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നല്ല വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.